സിംബാബ്വേയുമായിട്ടുള്ള T20 പരമ്പരയിലേക്ക് ഗംഭീര തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ടീം ഇന്ത്യ. കഴിഞ്ഞ ദിവസം നടന്ന രണ്ടാം അംഗത്തിൽ 100 റൺസിന്റെ വമ്പൻ ജയമാണ് ശുഭ്മാൻ ഗിൽ നയിച്ച ഇന്ത്യൻ യുവനിര കൈക്കലാക്കിയത്. ബുധനാഴ്ചയാണ് മൂന്നാം അംഗം നടക്കുന്നത്. മൂന്നാം T20 ചില മാറ്റങ്ങൾ പ്ലേയിങ് ലെവലിൽ ഇന്ത്യ വരുത്തിയേക്കും. T20 ലോകകപ്പ് വിജയത്തിന് ശേഷം സഞ്ജു സാംസൺ, ജയ്സ്വാൾ, ദൂബെ എന്നിവരെല്ലാം ടീമിനൊപ്പം ചേരുകയാണ്. എങ്ങനെയായിരിക്കും പ്ലേയിങ് ലെവൽ എന്ന് നോക്കാം. ജയ്സ്വാൾ ഓപ്പണറായി ഇലവനിലേക്ക് മടങ്ങിയെത്താൻ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ മത്സരത്തിലെ സെഞ്ചുറി വീരനായ അഭിഷേകിനൊപ്പം ജയ്സ്വാൾ ഓപ്പണറായി കളിച്ചേക്കും. അങ്ങനെ വന്നാൽ നായകൻ ഗില്ലിന് 3-ാം നമ്പറിലേക്ക് ഇറങ്ങേണ്ടതായി വരും. കഴിഞ്ഞ മത്സരത്തിൽ മൂന്നാമനായി ഋതുരാജ് ഗെയ്ക്വാദ് 4-ാം നമ്പറിലേക്ക് മാറും. ജയ്സ്വാൾ വന്നാൽ സ്ഥാനം നഷ്ടമാവുക സുദർശനായിരിക്കും. കഴിഞ്ഞ മത്സരത്തിലൂടെ അരങ്ങേറിയ താരത്തിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചിരുന്നില്ല. 5-ാം നമ്പറിൽ റിയാൻ പരാഗ് തന്നെ തുടരാനാണ് സാധ്യത. ദൂബയെ പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടുത്തണമെങ്കിൽ റിങ്കു സിംഗിനെ ഒഴിവാക്കേണ്ടതായിട്ട് വരും. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ കസറിയ റിങ്കുവിനെ പുറത്താക്കാൻ ടീം മാനേജ്മെന്റിന് താല്പര്യം കാണില്ല. സഞ്ജുവിന്റെ കാര്യം അപ്പോഴും ചോദ്യചിഹ്നമാണ്. ധ്രുവ് ജുറലിനെ പുറത്തിരുത്തിയാൽ മാത്രമേ സഞ്ജുവിനെ ടീമിലേക്ക് കയറിപ്പറ്റാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഭാവി ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി ഇന്ത്യ വളർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന താരമാണ് ജുറൽ. ജുറലിനെ മാറ്റിയാൽ സഞ്ജു കീപ്പറായി വരും. ഇന്ത്യയുടെ സാധ്യത ലെവൽ എങ്ങനെയായിരിക്കും? യശസ്വി ജയ്സ്വാൾ, അഭിഷേക് ശർമ്മ, ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ, ഋതുരാജ് ഗെയ്ക്വാദ്, റിയാൻ പരാഗ്, റിങ്കു സിംഗ്, ധ്രുവ് ജുറൽ, വാഷിംഗ്ടൺ സുന്ദർ, രവി ബിഷ്ണോയ്, ആവേശ് ഖാൻ, മുകേഷ് കുമാർ. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.